നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ വന്ദന, ഇത് എപ്പോ എടുത്ത ഫോട്ടോയാ? അത് ശരി. അപ്പോ ഓർമ്മശക്തിയൊക്കെ ഇത്രേ ഉള്ളല്ലേ? അന്ന് കോളേജിൽ വെച്ച് നമ്മുടെ നാടകത്തിനെടുത്തത് അഖിലായിരുന്നില്ലേ ഹീറോ? ഞാൻ അഖിലിന്റെ പുറകെ നടക്കുന്ന പെണ്ണ് തനൂജ. അവസാനം എന്റെ കയ്യിൽ നിന്ന് നായിക അഖിലിനെ തട്ടിയെടുത്തു. അല്ല, അന്ന് നാടക ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഫോട്ടോയിൽ നമ്മൾ ദൂരെ എവിടെ പാർക്കിൽ നിൽക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. അത് ഞാനിന്ന് ഫോട്ടോഷോപ്പ് ചെയ്ത് സെറ്റ് ചെയ്തതാ. സത്യത്തിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഫോട്ടോ കാണും. എന്തോ മനസ്സിൽ ഈ ഫോട്ടോ കാണുമ്പോഴേ ഒരു സന്തോഷം കിട്ടും. സത്യത്തിൽ ഈ ഫോട്ടോ എന്റെ കയ്യിലുള്ളതുകൊണ്ടാ ഞാൻ വിവാഹം പോലും കഴിക്കാത്തത്. എന്താ മനസ്സിലായില്ല? ഏയ് ഒന്നുമില്ല അഖിൽ, നത്തിങ്. അല്ല, ഞാൻ ഈ ഫോട്ടോ അയച്ചതിന് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്ത് ദേഷ്യം? മതി, എനിക്കത് കേട്ടാ മതി. താങ്ക് യു അഖിൽ. ഓക്കെ. അഖിലിപ്പോ ഈ ഫോട്ടോയുടെ പുറകെ ആയിരിക്കും. ഇനി അടുത്ത ഘട്ടം ഈ ഫോട്ടോ ശ്യാമയെ കാണിക്കാന്നുള്ളതാ. അമൃത ഇപ്പൊ തന്നെ ശ്യാമയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അവള് ഏത് നിമിഷവും ഇവിടെ എത്തുകയും ചെയ്യും. ദേ വന്നു. പഠിപ്പിക്കാനുള്ളവർ പഠിപ്പിച്ചിട്ട് പോണം. കുടുംബം ഇല്ലാതാക്കാൻ നോക്കരുത്. കുറെ ദിവസമായി ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. ഹാ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. ഇങ്ങ് വാ. ടീച്ചറെ ഗുണദോഷിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. നിനക്ക് കമ്പനിയുടെ ഹെഡ് ആവണമെങ്കിൽ ആയിക്കോ, ഞാൻ മാറി തന്നോളാം. ഇതിനെ എത്രയും വേഗം ഇവിടുന്ന് പാക്ക് ചെയ്തോളണം. ഞാൻ കുറെ നേരമായിട്ട് ക്ഷമിക്കുന്നു. എന്റെ ക്യാരക്ടറിനെ അവഹേളിച്ചാലുണ്ടല്ലോ. ക്യാരക്ടറോ? നിനക്കോ? നിനക്ക് എന്ത് ക്യാരക്ടറാ ഉള്ളത്? നിനക്കേ ഇവളെ മണ്ടിയാക്കാൻ പറ്റും. പക്ഷേ ഐശ്വര്യ ആള് വേറെയാ. എന്റെ കുടുംബത്തില് നുഴഞ്ഞു കയറാൻ വന്നാലുണ്ടല്ലോ. ബെസ്റ്റ് കാര്യം എന്താന്ന് ഈ വീട്ടിലെ ബാക്കി എല്ലാവർക്കും അറിയാം. കാര്യം എന്താന്ന് അഖിയുമായിട്ടുള്ള കളിയും ചിരിയൊന്നും നീ കാണുന്നില്ലേ? നിന്റെ ചങ്കിന്റെ ചങ്കായ അമൃതേടത്തേക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അഖിയുമായിട്ട് എന്തോ ആയിക്കോട്ടെ. ഇവളിപ്പോഴേ എന്റെ അരുണുമായിട്ട് കൊഞ്ചാനും കൊഴിയാനൊക്കെ വന്നിരിക്കുന്നു. അരുണിനെ ഫോൺ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഇവരുടെ ഫോൺ ഞാനൊന്ന് പരിശോധിച്ചു. അപ്പൊ കണ്ടു ഒരു ഫോട്ടോ. 2 ഇണക്കുരുവികള് പാർക്കിലിരുന്ന് സല്ലപിക്കുന്നു. അഖിയും ഇവളും കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.